കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹം നിറഞ്ഞ മക്കളുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മളും പങ്കുചേരുകയാണ്. മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഈ ലോകത്ത് അമ്മയുടെ സന്ദേശങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ. ഇപ്രകാരമുള്ള ഈ ശുശ്രൂഷയൊക്കെ അനേകർക്ക് പോഷത്വമാകണം. പലരും ഇപ്രകാരമുള്ള ശുശ്രൂഷയുടെ ഒക്കെ പ്രാധാന്യം എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. പരിശുദ്ധി അമ്മ പല സ്ഥലങ്ങളിലും വരുന്നു, പറയുന്നു, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എന്തിനാണ് ഇതുപോലെയൊക്കെ ആവർത്തിച്ചുള്ള ശുശ്രൂഷകളൊക്കെ നടക്കുന്നു എന്നൊക്കെയുള്ള ചില ചിന്തകൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്ന ഇപ്രകാരമാണ്: ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആത്മീയമായി തുറക്കണം. ആത്മീയ നേത്രങ്ങൾ, ആത്മീയ ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടാത്തിടത്താണ് ആത്മീയ ദൂത് പാഴാണ് എന്നുള്ള ചിന്ത വരുന്നത്. ഭൗതിക കാര്യങ്ങളെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നതാണെന്നും ഈ ലോകത്തിനപ്പുറത്തേക്കൊരു ജീവിതം, അത് ആത്മീയ ജീവിതം ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആത്മീയ കാര്യങ്ങൾ ശ്രവിക്കുവാനും ആത്മീയ കാര്യങ്ങൾ വ്യാപൃതരാകുവാനും ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും പലപ്പോഴും നാം മടി കാണിക്കുന്നു, അലസതയുള്ളവരായി മാറുന്നു. ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള ചിന്തയുണ്ടാകുന്നു. ഇതെല്ലാം പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ തിന്മ വച്ചിരിക്കുന്ന ഒരു കെണിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള സംശയം, ദൈവിക കാര്യങ്ങളോടുള്ള വിരക്തി, ദൈവം അയക്കുന്ന വ്യക്തികളോടുള്ള ഒരു വെറുപ്പ്, സഭയോട് തന്നെ ഒരു ഭിന്നത, ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ കടന്നു വരികയാണ്. പാപത്തിന്റെ ഗൗരവം നിസാരവൽക്കരിക്കപ്പെടുകയാണ്. ഈ പാപമൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ ഒരു ജീവിതം എന്നൊക്കെയുള്ള ചിന്തയിൽ പാപത്തിൻ്റെ സുഖങ്ങളോടുള്ള താല്പര്യം പണ്ടത്തേക്കാൾ ഉപരിയായി കൂടി വരികയാണ്. പുതിയ പാപങ്ങൾ മനുഷ്യൻ ഏറ്റെടുക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കൊക്കെ മുൻപ് ചില പാപങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന മേഖലകൾ ഇന്നൊക്കെ സാധാരണമായി മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്രകാരമുള്ളൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മോട് പങ്കുവയ്ക്കുകയാണ്,
നിങ്ങൾ ആത്മീയ കാര്യങ്ങളെ നിസാരവൽക്കരിക്കരുത്. അത് അപകടകരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കുവാൻ എത്തപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. അവിടെ ഈ ലോകത്തിൻ്റെ ഒന്നും നിലനിൽക്കുകയില്ല. നമ്മുടെ ആത്മാവിനെ എത്രമാത്രം ശക്തിപ്പെടുത്തിയ കൂദാശകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ, ആത്മീയ കാര്യങ്ങൾ എത്രമാത്രം വ്യാപരിച്ചിട്ടുണ്ടോ, കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി കർത്താവിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ എത്രമാത്രം വ്യാപരിച്ചിട്ടുണ്ടോ, ദൈവം പറഞ്ഞു തന്ന ദൂത് വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്രമാത്രം ഗൗരവമായി എടുത്തിട്ടുണ്ടോ, ദൈവം അയച്ച ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായ സ്വർഗത്തിൻ്റെ സന്ദേശവാഹകരെ നമ്മൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവിടെ ഗൗരവമായി എടുക്കുക. അവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ സന്ദേശങ്ങളോ ഈ ലോകത്തിലെ ചിന്തകളോ ആദർശങ്ങളോ അല്ല നാം ഗൗരവമായി എടുക്കേണ്ടതും ജീവിക്കേണ്ടതും. സ്വർഗത്തിൻ്റെ ദൂതുകളാണ്, സ്വർഗത്തിൻ്റെ ആദർശങ്ങളാണ്, സ്വർഗത്തിൻ്റെ സന്ദേശങ്ങളാണ്. എൻ്റെ പരിശുദ്ധ അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സഭ ക്രമീകരിക്കുന്ന കാലങ്ങള്, സഭ ക്രമീകരിക്കുന്ന ആരാധനാ കാലങ്ങള്, സഭ ക്രമീകരിക്കുന്ന തിരുനാളുകള്, സഭ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ നോമ്പ് കാലം, അല്ലെങ്കിൽ വലിയ നോമ്പിൻ്റെ കാലം, ചെറിയ നോമ്പിൻ്റെ കാലം, 3 നോമ്പിൻ്റെ കാലം, ഇതുപോലുള്ള കാലഘട്ടങ്ങളൊക്കെ സ്വർഗത്തിൽ നിന്നും വലിയ ദൈവീക ഇടപെടൽ നാം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണെന്ന് പരിശുദ്ധ അമ്മ പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഇപ്രകാരമാണ്: സഭ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവിൻ. സഭ 50 ദിവസങ്ങൾ വലിയ നോമ്പായി നമുക്ക് നൽകി നോമ്പ് ആചരിക്കുവാൻ പറയുമ്പോൾ അത് ഏറ്റെടുക്കുക. അതിലൊരു ദൈവാനുഗ്രഹമുണ്ട്. ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുക്കമായി 25 ദിവസം ക്രിസ്മസിന് നോമ്പ് ആയി സഭ നൽകുമ്പോൾ അത് ഗൗരവമായി എടുക്കുക. അതിൽ അനുഗ്രഹമുണ്ട്. സഭ പറയുകയാ എന്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുവോ, സഭ ക്രമീകരിക്കുന്ന കാലങ്ങൾ അത് സ്വർഗം ക്രമീകരിക്കുന്ന കാലങ്ങളാണ്. ആ കാലങ്ങൾ ഗൗരവമായി എടുക്കുന്ന മക്കൾക്ക് ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സഭ നൽകിയിരിക്കുന്ന 50 ദിവസത്തെ ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ സിറോ മലബാർ സഭയിൽ വിഭൂതി തിങ്കളാഴ്ച ആചരിച്ച് നാം സിറോ മലബാർ വിശ്വാസികൾ ചാരം പൂശി കുരിശു വരച്ച് നോമ്പിലേക്ക് പ്രവേശിച്ചു. നാളെ ലത്തീൻ റീത്തിൽപ്പെട്ട സഹോദരങ്ങളെല്ലാവരും വിഭൂതി ബുധനാഴ്ച ചാരം പൂശി കുരിശു വരിച്ച് ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വലിയ നോമ്പ് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നാം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ നോമ്പിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഒരുപക്ഷെ പണ്ട് കാലങ്ങളിൽ നോമ്പിൻ്റെ പ്രാധാന്യം അല്പം കൂടി കൂടുതലായി മനുഷ്യൻ എടുത്തിരിക്കുന്ന നാം കാണാറുണ്ടായിരുന്നു. ഇന്ന് അതിലൊക്കെ നോമ്പാചരണങ്ങളിലും വലിയ നോമ്പിൻ്റെ ആചരണങ്ങളിലൊക്കെ ഒരുപാട് വെള്ളം ചേർക്കപ്പെടുന്ന ആചരണങ്ങളിലൂടെ കടന്നു പോകുന്നു. മനുഷ്യൻ കൺവീനിയൻസ് പ്രകാരം, മനുഷ്യൻ്റെ സൗകര്യം നോക്കി ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ പരിശ്രമിക്കുന്നു.
അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന അഭിഷേകമോ പണ്ടുണ്ടായിരുന്ന ദൈവാനുഗ്രഹമോ ഒന്നും ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നില്ല. കാരണം ആത്മീയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളെല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. ഭൗതിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കുന്നു. പാപത്തിൻ്റെ ഗൗരവം നിസ്സാരമായി കരുതുന്നു. ആത്മീയ കാര്യങ്ങളോട് താല്പര്യക്കുറവ് ഉണ്ടാകുന്നു. ഇപ്രകാരം ആത്മീയ കാര്യങ്ങളെ മാറ്റിവെക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു. അത് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനോട് ദൈവവും ചേർന്ന് നിൽക്കും എന്ന് നമ്മെ മനസ്സിലാക്കുക. ഇത് തന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. യാക്കോബ് 4:8, നീ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. നീ എത്രമാത്രം ലോകത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ലോകം നിന്നോട് ചേർന്ന് നിൽക്കും. നീ എത്രമാത്രം പാപത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം പാപം നിന്നോട് ചേർന്ന് നിൽക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവിടെ നിന്ന് പറയാം, മക്കളെ, നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത് ദൈവത്തോടാണ്, ലോകത്തോടല്ല, പാപത്തോടല്ല, സുഖലോൽപതയോടല്ല. ഈ ലോകം നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട നിമിഷങ്ങളിൽ ലോകത്തിന്റെ പുറകെ ഓടുന്നത് അപകടകരമാണെന്ന് പരിശുദ്ധം പറയുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാം അറിഞ്ഞോ അറിയാതെയോ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും പുറകെ ഓടിയ നിമിഷങ്ങളുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, മക്കളെ, ഒന്ന് നിൽക്കൂ, ഒന്ന് തിരിഞ്ഞു നോക്കൂ. എന്നിട്ട് അമ്മ പറയുകയാണ്, വചനത്തിന്റെ അടിസ്ഥാനത്തിന് അമ്മ പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട നിമിഷമാണ്. നീ ഒന്ന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ തമ്പുരാൻ അടുക്കുവാൻ നീ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ തമ്പുരാൻ നിന്നിലേക്ക് അടുക്കുവാൻ അനേക സ്റ്റെപ്പുകൾ വയ്ക്കും. ഇത് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ പ്രകാരം ഈ നോമ്പുകാലം ദൈവാനുഗ്രഹത്തിന്റെ കാലഘട്ടമാണ്. ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവിന്റെ കാലഘട്ടമാണ്. ദൈവീക കൃപകൾ ആത്മാവിൽ നിറയപ്പെടുന്ന കാലഘട്ടമാണ്. ഇത് പാഴാക്കരുത്. അമ്മയുടെ സന്ദേശമാണ്, നോമ്പുകാലത്തിന്റെ അനുഗ്രഹങ്ങൾ പാഴാക്കരുത്. ഇനി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, ബലമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂവെന്ന്. ബലമുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. സ്വർഗരാജ്യം നാം നേടിയെടുക്കണം. ബലപ്രയോഗം നടത്തി സ്വർഗരാജ്യം നേടിയെടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്താണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സ്വർഗരാജ്യം എന്നുള്ളത്, നിത്യത എന്നുള്ളത്, നിത്യജീവൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്ന കാര്യമല്ല. നാം ബലം പ്രയോഗിച്ചത് നേടിയെടുക്കണം. എങ്ങനെയാണ് ബലം പ്രയോഗിച്ച് നേടിയെടുക്കേണ്ടത്? ലോകത്തെ ജയിച്ചുകൊണ്ട്, ജഡത്തെ ജയിച്ചുകൊണ്ട്, സാത്താനെ ജയിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി ബലപ്രയോഗം നടത്തേണ്ട ദിവസങ്ങളാണ് ഈ നോമ്പുകാലത്തിന്റെ ദിവസങ്ങളെന്ന് നാം തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം തിരുലിഖിതത്തിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അത് നോമ്പുകാലത്ത് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കേണ്ട സന്ദേശമാണ്. ദൈവസന്നിധിയിൽ തിരസ്കൃതരാകാതിരിക്കുവാൻ എന്റെയും നിങ്ങളുടെയും ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുവാൻ സഭ നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് നോമ്പുകാലം. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തെ കർശനമായി കീഴടക്കേണ്ട മേഖലകൾ എന്താണെന്ന് ഈ നോമ്പുകാലത്ത് പരിശോധിക്കുവാൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് പലർക്കും ഇപ്പൊ പിന്നെ ഒത്തിരി കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നത് കൊണ്ട് പലരും മീറ്റ് ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട്. എങ്കിലും മാംസം പലരുടെയും
ഒരു ഇഷ്ടഭക്ഷണമാണ്. ഈ ഇഷ്ടഭക്ഷണം കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കൃപ വേണം. നോൺ വെജ് അല്പകാലത്തേക്ക് മാറ്റിവെക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് പ്രത്യേക ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടാകണം. എന്നാൽ അത് മാറ്റിവെക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയാണ്. അവൻ ബലം പ്രയോഗിക്കുകയാണ്. എൻ്റെ ശരീരം, എൻ്റെ ജഡമാകുന്ന ഈ ശരീരം ഇതുപോലെയുള്ള സ്വാദിഷ്ടമുള്ള ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഞാൻ നിയന്ത്രിക്കുകയാണ്. ബലം പ്രയോഗിച്ചില്ല, ഇത് കൊടുക്കുന്നില്ല, ചിന്തിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തെ ബലം പ്രയോഗിച്ച് കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തോട് നമ്മോട് സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഇത്രയും നാളും നോമ്പിൻ്റെ മുമ്പുള്ള നിമിഷങ്ങളിലൊക്കെ എൻ്റെ ജഡത്തിന്, എൻ്റെ ശരീരത്തിന് പലതും ഞാൻ വിട്ടുകൊടുത്തു. നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. പലതും ഏറ്റെടുക്കാമായിരുന്നിട്ടും ഏറ്റെടുക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. എല്ലാം ദൈവസന്നിധിയിൽ നോമ്പുകാലത്ത് സമർപ്പിക്കുകയാണ്. എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമുണ്ട്. ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. വിശുദ്ധ പത്രോസ്യരുടെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ മനോഭാവം, അവൻ ശരീരത്തിൽ പീഡകളേറ്റവരാ. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, നമ്മൾ ഈ നോമ്പുകാലത്തൊക്കെ ധ്യാനിക്കുന്ന വചനം, നമ്മൾ സുവിശേഷ ഭാഗമാണല്ലോ. കർത്താവ് മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിച്ച വചനഭാഗങ്ങൾ. ഇന്ന് ഉപവാസം എന്നൊക്കെ കേൾക്കാൻ പലർക്കും പുച്ഛമാണ്. തിരിച്ചറിയുന്ന സത്യപ്രകാരമാ. ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ ചില ശക്തികളെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് തമ്പുരാൻ തന്നെ ഉപവസിച്ച് ബലപ്രയോഗം നടത്തി കാണിച്ചു തന്നുവെങ്കിൽ, തമ്പുരാൻ ഉപവസിച്ചുവെങ്കിൽ പാപിയും ബലഹീനരും അയോഗ്യനുമായ ഞാൻ ആര് ഉപവാസത്തെ പുച്ഛിക്കുവാൻ? ഇതൊന്നും ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയുവാൻ ദൈവം കാണിച്ചെന്ന മാതൃക. ദൈവമായിരുന്നിട്ട് അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുവെങ്കിൽ എന്നിൽ നിന്നും ചില ഉപവാസ രീതികൾ, ചില ബലപ്രയോഗം സ്വർഗം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നിസ്സാരമായി കരുതരുത് എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. പ്രായമായവർക്കും രോഗികൾക്കും മറ്റ് ബലഹീനതയുള്ളവർക്കൊക്കെ തങ്ങളാൽ ആവുന്ന രീതിയിൽ ഉപവസിക്കുക. അത് സഭ ഇന്ന് ചെയ്തേ മതിയാകുമെന്നൊന്നും പറയുന്നില്ല. ഏത് രീതിയിലുള്ള വ്യക്തിയാണെങ്കിലും ചെറിയ ചെറിയ ത്യാഗങ്ങൾ അത് ആവശ്യമാണ്. വിശുദ്ധർ നമുക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം, മരണക്കിടക്കയിൽ കിടന്ന കൊച്ചുദേശീയ പുണ്യവതി, അനങ്ങാൻ പാടില്ലാതിരുന്ന കൊച്ചുദേശീയ പുണ്യവതി ത്യാഗം ചെയ്ത് തൻ്റെ കൈയൊക്കെ ചലിപ്പിച്ച വേദന ഏറ്റെടുത്ത് പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ എവുപ്രാസ്യ അമ്മയുടെ ജീവിതത്തിൽ നാം കാണുന്ന ഒരു ഉപവാസ രീതിയാണല്ലോ. നല്ല രുചികരമായ സൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ലഭിക്കുമ്പോൾ എവുപ്രാസ്യമ്മ കരുതിയിരുന്ന അല്പം തവിടല്ല ഉമ്മിയെടുത്ത് അതിൽ ഇട്ട് ഇളക്കി ആ സ്വാദ് ഉപേക്ഷിച്ച് കഴിച്ചിരുന്ന ഭക്ഷണ രീതികൾ എവുപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. നമ്മളിന്ന് ഇതെല്ലാം നോക്കി ചിരിക്കും, നമ്മൾ ഇതിനെയൊക്കെ പുച്ഛിക്കും, ഇതൊക്കെ എന്ത് സ്പിരിച്വാലിറ്റി ആണെന്ന് പറയും. പക്ഷെ എവുപ്രാസ്യമ്മയ്ക്ക് അറിയാമായിരുന്നു അതിൻ്റെ വില എന്താണെന്ന്. അത് ചെയ്ത എവുപ്രാസ്യമ്മ ഇത് ദൈവസന്നിധിയിൽ വിലയുള്ളവളായി കരുതപ്പെട്ടു. അവൾ വിശുദ്ധയായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ അനുസരിച്ച് നാളെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉമ്മിയെടുത്തിടണമെന്നോ തവിടെടുത്തിടണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഓരോ ആത്മാവിനോടും, ആത്മാവിൽ ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഈ ആത്മാവിനോട് ഈ നോമ്പുകാലം ഫലദായകമായി എപ്രകാരം ചിലവഴിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഗൗരവമായി എടുക്കുക. ഇത് മാത്രമാണ് പരിശുദ്ധ അമ്മ ഇന്ന് പങ്കുവയ്ക്കുന്നത്.
പരിശുദ്ധാത്മാവിന്റെ ആ പ്രചോദനം ഗൗരവമായി എടുക്കുക. എല്ലാം നിസ്സാരമായി കരുതരുത്. പിള്ളേർക്ക് കൊടുക്കണ്ടേ, വലിയവർക്ക് കൊടുക്കണ്ടേ, എല്ലാവർക്കും കൂടി എങ്ങനെയാ പാകം ചെയ്യുന്നത്, പല കാര്യങ്ങൾ പാകം ചെയ്യാൻ സാധിക്കുമോ? ഇതൊക്കെ പാഴ്വാക്കുകളും പാഴ്ചിന്തകളുമാണ്. നിനക്ക് വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ നന്മ ചെയ്യുവാൻ നിനക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ ഉപവസിക്കുവാൻ നിനക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിക്കും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവാനുഗ്രഹങ്ങൾ ഈ നോമ്പുകാലത്ത് സ്വീകരിക്കുവാൻ എനിക്കും നിനക്കും സാധിക്കും. ബാക്കിയെല്ലാം എക്സ്ക്യൂസുകളാണ്, രോഗമാണ്, അതാണ് ഇത്, ഒരുപാട് എക്സ്ക്യൂസുകൾ. നിന്റെ ശരീരത്തിന് താങ്ങാനാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യുവാൻ ആർക്കാ സാധിക്കാത്തത്? പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ ഈ കാലഘട്ടം വിലപ്പെട്ട കാലഘട്ടമാണ്. വിലയേറിയ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കേണ്ട വളരെ വിലയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുക. വലിയ നോമ്പിന്റെ കാലഘട്ടം. സാധിക്കുന്ന രീതി ഉപവാസം തന്നെ ഏറ്റെടുത്ത്, അതിന്റെ എക്സ്ക്യൂസ് ഒന്നുമില്ല. സാധിക്കുന്ന രീതിയിൽ ഉപവാസം എടുത്ത് ദൈവം നമുക്ക് കാണിച്ചെന്ന് മാതൃക ഏറ്റെടുത്ത് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. ഉപവാസത്തിന്റെ ശക്തി അത്രമാത്രം വലുതാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ അനേക സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വിശുദ്ധരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പരിത്യാഗം ചെയ്ത് ഉപവാസം ചെയ്ത് ഇപ്രകാരം ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിച്ച് ജീവിച്ച വ്യക്തികൾ, അവർ ബലപ്രയോഗം നടത്തി സ്വർഗരാജ്യം നേടിയെടുത്തവരാണ്. അതുകൊണ്ടാണ് പത്രോസ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തിൽ പീഡനമേൽക്കുന്നവനെ തിന്മയ്ക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ഉപവാസം അത്രമാത്രം പ്രയാസകരമായൊരു കാര്യമായി നമുക്ക് കാണുന്നത്. ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഡയറ്റിങ്ങിന് പോകുമ്പോൾ നമുക്കതെല്ലാം സാധിക്കും. വണ്ണം കുറയ്ക്കുവാൻ, ഇല്ലെങ്കിൽ ഒരു സ്ലിം ബോഡി ആകുവാൻ, എക്സസൈസിന് വേണ്ടി, ഇല്ലെങ്കിൽ ന്യൂട്രീഷൻ പറയുകയാണ്, ഒരാഴ്ചത്തേക്ക് ഇന്ന കാര്യങ്ങൾ നീ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിനക്ക് ശരീരപ്രകൃതി, ശരീര സൗന്ദര്യം അല്പം കൂടി വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യും, ഒരു മടിയുമില്ലാതെ. എന്നാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നേരം ഉപവാസം എടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളായി, എന്തെല്ലാം എക്സ്ക്യൂസുകളായി നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ പീഡനമേറ്റുകൊണ്ട്, ശരീരത്തിൽ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ പാപത്തോട് വിട പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വർഗം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത പല അവസ്ഥകളിലൂടെ, പല പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചിലത് വേണ്ടെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമാകുമ്പോൾ വീണു പോവുകയാ. ചിലതൊക്കെ മാറ്റിവെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എടുത്ത് കഴിച്ചു പോവുകയാ. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ള സഹോദരി, ഇവിടെയാണ് ചെറിയ ചെറിയ ത്യാഗങ്ങൾ പരിശീലിക്കണമെന്ന് സഭ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിൽ പുതിയ ദൈവാനുഭവങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടി ഇത്രയും നാളും നമ്മൾക്ക് സാധിക്കില്ല എന്ന് നാം കരുതിയിരുന്ന പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരോപകാര പ്രവൃത്തിയുടെയും ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ ഈ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രധാനമായി 2 കാര്യങ്ങൾ ഈ നോമ്പുകാലത്ത്
നാം ഏറ്റെടുക്കണം. 1, ദൈവവുമായി രമ്യതപ്പെടുക. 2, സഹോദരനുമായി രമ്യതപ്പെടുക. ദൈവവുമായി രമ്യതപ്പെട്ട് അവനുമായ ഒരു ഐക്യത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാ. മക്കളെ, നിങ്ങൾ പലപ്പോഴും ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ കർത്താവ് വേദനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച് യേശുക്രിസ്തുവിനെ നീ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ നോമ്പുകാലത്ത് ഈ കർത്താവിലെങ്കിലേക്ക് ഒരു തിരിച്ചു വരുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവനെ വേദനിപ്പിച്ച പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവനോട് രമ്യതപ്പെട്ടുകൊണ്ട്, അവനോട് ഈ നോമ്പ് 50 ദിവസം അവനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, അവനോടൊപ്പം നടന്ന്, അവൻ്റെ കൂടെ വസിച്ച്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച്, പ്രായശ്ചിത്തം ചെയ്ത്, പരോപകാര പ്രവൃത്തികൾ ചെയ്ത് നാം കർത്താവിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടും. ഇതോടൊപ്പം തന്നെ ദൈവത്തിങ്കിലേക്ക് ചേരണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യനുമായി രമ്യതപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവമായിട്ടുള്ള ഐക്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ, ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ എളിയവരിൽ ഒരുവന് ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധവും നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, എല്ലാ ദിവസവും പള്ളി പോകുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ഏതെങ്കിലും ഒരു സഹോദരനെ ഞാൻ മാറ്റി നിർത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി അംഗീകരിക്കാൻ പറ്റാതെ, എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് ഐക്യപ്പെടുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിനെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയുടെ, കൂടുതൽ പ്രായശ്ചിത്തത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, നോമ്പിൻ്റെ ഒരു കാലഘട്ടമാക്കി മാറ്റിക്കൊണ്ട് ബലം പ്രയോഗിച്ച് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവാനുള്ള ഒരു യാത്രയായിരിക്കട്ടെ ഈ നോമ്പുകാലം. അതിനുവേണ്ടിയുള്ള കൃപ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നേടി. ഓ മറിയമേ, എൻ്റെ അമ്മ, ഞാൻ മുഴുവനും അമ്മയുടെ, എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സ്ഥാനത്തെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.